സിറിയ എന്ന് പറയുന്നത്. ആ സിറിയയിലെ രാജ്യങ്ങൾ ലോകത്തിന്റെ നാനാദിക്കില് ജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അഭയം കിട്ടാൻ ഇടമില്ലാതെ, കിടന്നുറങ്ങാൻ ഇടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവിടെയുള്ള ആളുകൾ, സിവിലിയന്മാർ പരിസരത്തുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഒരുപാട് ഓഫറുകൾ നൽകി. A proposed financial package from the EU or European Union to Turkey to help ease the refugees crisis is unacceptable and insignificant, the country's foreign minister has said. ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ചപ്പോൾ ഇന്നത്തെ ന്യൂസാണ് ഞാൻ വായിക്കുന്നത്. ഇന്നത്തെ വാർത്തയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണിത്. തുർക്കിയുടെ മുമ്പിലേക്ക് യൂറോപ്യൻ യൂണിയൻ ഒരുപാട് ഓഫറുകൾ വെച്ചപ്പോൾ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ അതിനെ തൽക്കാലം മാറ്റിവെച്ചു, സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു. കാരണം എന്ത്? Before anything else, this is a humanitarian need. ഇതൊരു മാനുഷികമായ ഒരു ആവശ്യമാണ്. He said Turkey is currently hosting close to 2.5 million refugees, 2.2 million from the Syrians fleeing the 4.5-year conflict in their country, and as well as 300,000 Iraqis and 50,000 Afghans. Only 266,000 Syrians stay in camps along the border, and the rest live in the Turkish town, leading to social tension. ഇന്ന് തുർക്കി മാത്രം ഇന്ന് 2.5 മില്യൺ 25 ലക്ഷം ജനങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു രാജ്യം. 25 ലക്ഷം അഭയാർത്ഥികളെ സ്വീകരിച്ച് തുർക്കി. നാം അറിയേണ്ടതുണ്ട്, ഇതുപോലെ രാജ്യങ്ങൾ അഭയം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഇന്ന് വരുന്ന കണക്കുകൾ 40 ലക്ഷം അഭയാർത്ഥികൾ സിറിയയിൽ നിന്ന് പോയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാദിക്കിലേക്കും പോയ 40,13,000 അഭയാർത്ഥികളാണ്. 70 ലക്ഷത്തിലധികം പേർ ഭവനരഹിതരായി സിറിയയിൽ കഴിയുന്നുണ്ട്. 20 ലക്ഷത്തിലേറെ ആളുകൾ തുർക്കിയിൽ മാത്രം അഭയാർത്ഥികളായി എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള പാവങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ജീവിതങ്ങളും വികാരങ്ങളും സ്വപ്നങ്ങളുമുള്ള ജനങ്ങൾ യാതൊന്നുമില്ലാതെ ലോകത്തിന്റെ ദിക്കുകളിൽ അലയുകയാണ്. ഹംഗറി പോലെയുള്ള രാജ്യങ്ങൾ ബോർഡർ അടച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തുകയാണ്. അതാ ഒരു കൊച്ചുബാലന്റെ ശരീരം ഓളങ്ങളിൽ തല്ലി ജഡമായി അരികിൽ വന്ന് കിടക്കുമ്പോൾ ലോകത്ത് ചില ചർച്ചകൾ വന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അതും അസ്തമിച്ചുപോയി. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്ത് ഒരുപാട് ആളുകളുടെ ഇരയായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ വായിച്ചു കൊണ്ടിരിക്കുന്നതിന് മുഴുവനും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറ്റവാളികളായി, ഭീകരവാദികളായി, തീവ്രവാദികളായി ഒരു ഭാഗത്ത് ചാപ്പകുത്തപ്പെടുകയും അതേ സമയത്ത് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ അറിയേണ്ടത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യായങ്ങളെ അറിയാനും പഠിക്കാനും കഴിയണം. മനസ്സിലാക്കാനുള്ള അവസരം വേണം. പരിശുദ്ധമായ ഇസ്ലാം ഒരു പ്രതികാരത്തിന്റെ മതമല്ല. ഇസ്ലാം ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന മതമല്ല. വിട്ടുവീഴ്ചയുടെയും സാഹോദര്യത്തിന്റെയും അതുല്യമായ ഉദാഹരണമാണ്. അതിന്റെ ഉജ്ജ്വലമായ ഒരു അധ്യായം മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിജയം വരിച്ചുകൊണ്ട് മക്കയിലേക്ക് വരികയാണ്. അറബ് ലോകത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിടാൻ ഒരു രാജ്യമില്ല, ഒരു സൈന്യമില്ല, പുറത്തു നിന്ന് സഹായിക്കാൻ ഒരു നിയറസ്റ്റ് പവർ ഇല്ല ലോകത്ത്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വിജയം വരിച്ച് മക്കാ വിജയത്തിന്റെ നാളിൽ കടന്നു വരുമ്പോൾ അറബ് ജനതയ്ക്ക് കൂട്ടുപിടിക്കുവാൻ ഒരു സൈന്യമില്ല, മക്കക്കാരുടെ പക്കൽ ഒരു അധികാരമില്ല, അവരുടെ മുമ്പിൽ ഒരു ഭരണാധികാരിയില്ല, അവർക്ക് ശക്തിയുള്ള ഒരു നേതാവില്ല, അവിടെ ഒരു സൈന്യത്തെ നയിക്കാൻ ഒരു ലീഡർ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ 23 കൊല്ലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിലെ അമരത്തു നിൽക്കുന്ന ആളുകൾ മുന്നിൽ വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, ഇത് പ്രതികാരത്തിന്റെ നാളല്ല, ഇത് പ്രതികാരത്തിന്റെ നാളല്ല.
ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധികാരികമായ പ്രഖ്യാപനമാണ്. ഇത് പ്രതികാരത്തിന്റെ നാളല്ല. ഇന്ന് അധികാരം നമ്മുടെ പക്കലാണ്, സൈന്യം നമ്മുടെ പക്ഷത്താണ്. ലോകത്തൊരു പ്രതിശക്തിയും നമ്മളെ തൊടാനില്ല. എന്നാലും നമ്മൾ എതിരാളികളോട് അക്രമികളല്ല. അപ്പോഴാണ് മക്കാ വിജയത്തിന്റെ തലേനാളിൽ ശോഭകരമായ ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അതാ ഒരാൾ വാഹനത്തിൽ പോവുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ അബ്ബാസ് എന്നവരാണ് പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. പിറകിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കുന്നില്ല. വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അങ്ങനെ പോകുമ്പോഴാണ് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. ഈ വരുന്ന വാഹനം ഏതാണ്? നാളെ മക്കയുടെ മഹനീയമായ ഭൂമിയിലേക്ക് വിജയത്തിന്റെ പതാക പറത്താനും കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ആത്മഹർഷത്തോടെ കടന്നു ചെല്ലാനിരിക്കുന്ന സ്വഹാബത്തെ രാത്രിയിൽ തമ്പടിച്ച് കിടക്കുന്നിടത്തുകൂടെ ഒരു വാഹനം ഇങ്ങനെ പോവുകയാണ്. ധീരതയുടെയും ധൈര്യത്തിന്റെയും പര്യായമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. ആ വാഹനമേതാണ്? നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമാണ്. അതിന്റെ മേലെ സഞ്ചരിക്കുന്നതാരാണ്? അവിടുത്തെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് എന്നവരാണ്. കൂടെയുള്ളതാരാണ്? ഒരു പരിചയമുണ്ടല്ലോ. നോക്കിയപ്പോൾ ഇസ്ലാമിന്റെ ബദ്ധവിരോധിയായിരുന്ന അബൂ സുഫിയാൻ എന്ന ആളാണ്. കേവലം ഒരു വിരോധിയല്ല, ഇസ്ലാമിന്റെ എതിരെയുള്ള സൈന്യത്തിന്റെ മേധാവിയാണ്, സൈനിക മേധാവിയായിരുന്ന ആളാണ്. അയാളതാ വാഹനത്തിന്റെ മേലെ ഇരിക്കുകയാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ടെന്റിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോരാട്ടങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ, ബലപ്രയോഗങ്ങളില്ലാതെ ഇസ്ലാമിന്റെ ബദ്ധവിരോധിയായ അബൂ സുഫിയാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് വിട്ടുതരുമോ? ഞാനൊന്ന് കൈകാര്യം ചെയ്യട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മഹാനരായ അബ്ബാസ് എന്നവരുടെ കൂടെ വരുന്ന ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ മുന്നിലേക്ക് വരുന്ന രംഗമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ലൻ യാ ഉമർ, ഉമറേ ഒന്നടങ്ങണേ. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റിന്റെ ഉള്ളിലാണ്. കുശലാന്വേഷണം നടത്തുകയാണ്, കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല സഹോദരാ, നിങ്ങൾക്ക് ഈ സത്യപാതയിലേക്ക് വന്നുകൂടെ? ഈ നേർവഴിയുടെ സംഗീതം സ്വീകരിച്ചുകൂടെ? അബൂ സുഫിയാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നില്ല. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ചെയ്തില്ല. ചെയ്താൽ അവിടെ ചോദിക്കാൻ ആരുമില്ല എന്നു മാത്രമല്ല, ഇത് കേവലം ഒരു മനുഷ്യനല്ല, ഇന്നലെ വരെയും പടക്കളത്തിൽ എതിർകക്ഷിയുടെ മേധാവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ഒന്നും ചെയ്തില്ല. പിന്നെയും അയാളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്കാണ് ക്ഷണിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. അയാൾക്ക് ബോധ്യമായില്ല, കാര്യം മനസ്സിലായില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ബാസേ, അബ്ബാസ് എന്നവരോട് പറയുകയാണ്, അല്ലയോ പിതൃ സഹോദരാ, നിങ്ങൾ ഈ അബൂ സുഫിയാനെ വേണ്ട പോലെ പരിരക്ഷിക്കണേ.
കാരണം ഇയാൾ ഇങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇന്നലകളിൽ ഇദ്ദേഹം ചെയ്ത ക്രൂരതകൾ ഓർത്തിട്ട് നമ്മുടെ അനുയായികൾ ആരെങ്കിലും ഇയാളെ ആക്രമിച്ചാലോ, അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ മേലെ പിതൃ സഹോദരന്റെ കൂടെ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്തുകൊണ്ടാണ് മക്ക വിജയത്തിന്റെ തലേന്ന് രാത്രിയിൽ അബൂ സുഫിയാനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അനിഷേധ്യമായ ലോക ചരിത്രമാണിത്. ആർക്കും വായിക്കാൻ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ കാരം ആംസ്ട്രോങ്ങിനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. വില്യം മോറിനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. സിന്റാക്റ്റിക് ഹിസ്റ്ററി ഓഫ് റിലിജിയൻ മറിച്ചു നോക്കിയാൽ വായിക്കാവുന്നതാണ്. ഇതുപോലെ ലോകത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് കൃത്യമായി ഒന്ന് വായിച്ചാൽ ബദ്ധവിരോധിയായിരുന്ന അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ ആരും തടയാനില്ലാതെ കിട്ടുമ്പോഴും അയാൾക്ക് പഠിക്കാൻ അവസരം നൽകുകയാണ്. എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അഥവാ പ്രഭാത നിസ്കാരത്തിന് വേണ്ടി സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റതാണ്. അപ്പോൾ ചോദിച്ചു, അല്ല നിസ്കാരമോ? എനിക്കറിയില്ലല്ലോ, എന്താണത്? മഹാനരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, രാപ്പകലുകളിലായി 5 നേരം നിർബന്ധമായ നിസ്കാരമുണ്ട്. അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പ്രഭാത നിസ്കാരം അഥവാ സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്. ആ എഴുന്നേറ്റ ആളുകൾ അംഗസ്നാനം ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുവട്ടത്തിലും സ്വഹാബത്ത് നിൽക്കുകയാണ്. അവിടുന്ന് വുളൂ ചെയ്യുന്ന വെള്ളം നിലത്തു വീഴാൻ അവർ അനുവദിക്കുന്നില്ല. കയ്യില്ലത് വാങ്ങിയെടുക്കുകയാണ്. അവര് ശരീരത്ത് പുരട്ടുകയാണ്. അവരുടെ മനസ്സിലുള്ള ആദരവാണ്, സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് ചിട്ടയോടെ നിസ്കാരം നടക്കുമ്പോ അബൂ സുഫിയാൻ എന്നവര് പറയുന്നു, അല്ല അബ്ബാസേ, നിങ്ങളുടെ സഹോദരന്റെ മകൻ ഒരു വല്ലാത്ത ഭരണാധികാരി തന്നെ. ലോകത്തൊരു ഭരണാധികാരിയും ഇതുപോലെ അനുയായികൾ അനുസരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതെന്തൊരു വിധേയത്വമാണ്, ഇതെന്തൊരു സ്നേഹമാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇത് വല്ലാത്തൊരത്ഭുതം തന്നെ. കാരണം കൊട്ടാരമില്ലാത്ത ഭരണാധികാരിയാണ്, ജയിലില്ലാത്ത ഭരണകേന്ദ്രമാണ് മദീന. സറാപ്പാച്ചമനെ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. नूर की सागर नूर की जलवा नूर की जलका जा मदीना तुझे सलाम. ഇതെന്തൊരു അത്ഭുതമാണ്. ഹൗ ബ്യൂട്ടിഫുൾ, എന്തൊരു മനോഹരമാണ്. തുല്യതയില്ലാത്ത ഒരു നേതൃത്വത്തിന്റെ പ്രൗഢിയാണിത്. അതുല്യമായ ഒരു അംഗീകാരത്തിന്റെ പര്യായമാണിത്. അത്യുജ്വലമായ ഒരു സ്വീകാര്യതയുടെ ചരിത്രമാണിത്. ഇതെന്തൊരു അത്ഭുതമാണ് അബ്ബാസ്. അപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഇതൊരു ഭരണാധികാരിയല്ല, ഹാദാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, the holy prophet Muhammad sallallahu alaihi wasallam, peace and mercy upon him. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഇത് പ്രവാചകരാണ്. നിങ്ങൾ പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഇത് ഞങ്ങളുടെ എല്ലാമായ കേന്ദ്രമാണ്, നേതാവാണ്. ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ കഴിയില്ല. ഇതെന്തൊരു വിനയം. ഒരു ഭരണാധികാരിക്ക് ഇത് കഴിയില്ല. എന്തൊരു സഹിഷ്ണുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നത് കാണുകയാണ്. ഉടനെ അവിടുന്ന് പറയുന്നൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഈ 5 നേരത്തെ ആരാധന ഒരു വല്ലാത്ത ആശ്ചര്യമുള്ള കർമ്മം തന്നെ.
ഇതെല്ലാം പറഞ്ഞു നിൽക്കുമ്പോ അബൂ സുഫിയാൻ അവസാനം വന്നുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മേലൊരു പ്രഷറുമില്ല, അദ്ദേഹത്തെ ആരും കമ്പൽ ചെയ്യുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, ആരെയും വലിച്ചിഴച്ച് വിശ്വാസിയാക്കാൻ കഴിയില്ല. കാരണം വിശ്വാസം അവന്റെ ഹൃദയത്തിന്റെ സ്വഭാവമാണ്, ഹാർട്ടിൽ നിന്ന് വരേണ്ടതാണ്. ശരീരം വെട്ടി നുറുക്കാം, പക്ഷേ ചിന്ത മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം വിളിക്കുന്നത് ഹൃദയത്തെയാണ്, വിശ്വാസത്തെയാണ്, അനുസരണയാണ്. അത് ഹൃദയത്തിൽ നിന്ന് പ്രഭവിക്കേണ്ടതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. हो के जूदो करम है शहेबत हा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. എന്തൊരു ഔദാര്യമാണ്, എന്തൊരു വിട്ടുവീഴ്ചയാണ്. ഔദാര്യത്തിന്റെ ആരാമമാണ്, വിട്ടുവീഴ്ചയുടെ വിഹായുസാണ്, മഹിഷ്ടഭാവങ്ങളുടെ മഹിതോദ്യാനമാണ്, അനുരാഗത്തിന്റെ മഹാപ്രപഞ്ചമാണ്. ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ അത്യുജ്വലമായി അടയാളപ്പെടുത്തിയ ശ്രേഷ്ഠമായ സ്നേഹത്തിന്റെ വരിഷ്ഠമായ ബിന്ദുവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്.